ലക്കി തിരിഞ്ഞു നോക്കി. എന്നെ ആരെങ്കിലും വിളിച്ച പോലെ തോന്നിയോ? നീ കേട്ടോ? ലക്കി ക്യാദറിനോട് ചോദിച്ചു. ഞാൻ തന്നെയാ നിന്നെ വിളിച്ച ലക്കി. ലക്കി ഒന്നും മനസ്സിലാകാതെ ക്യാദറിനെ നോക്കി നിന്നു. അവൻ കണ്ണുകൾ അടച്ച് തല കുലുക്കി നോക്കി. തന്റെ ചെവിയിൽ കൈകൊണ്ട് തട്ടി നോക്കി. ലക്കി, ഏയ് നീ സംസാരിക്കുന്നു? ലക്കി അവന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചു. അല്ല, സ്വപ്നമല്ല. ലക്കി. അവൾ അവന്റെ അടുത്തേക്ക് വന്നതും ലക്കി പിന്നിലേക്ക് മാറി. 1 മിനിറ്റ്, ക്യാതറിൻ സംസാരിക്കുന്നു. അപ്പോ നീ ഊമയല്ല? അല്ല, ക്യാതറിൻ പറഞ്ഞു. അപ്പോ നീ ഞങ്ങളെ ചതിക്കുമായിരുന്നോ? ലക്കി, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. നോ. നീ എന്തിനാ സംസാരിക്കില്ല എന്ന് കള്ളം പറഞ്ഞത്? എന്തിനാ ഞങ്ങളെ പറ്റിച്ചത്? നീ ആരാ? ലക്കി ചോദിച്ചു. ഞാൻ ക്യാതറിൻ കേറ്റ് മൈക്കിൾ. പള്ളിയിൽ നിന്ന് നഥാൻ ലഭിച്ച ആ ബുക്ക് എഴുതിയത് എൻ്റെ പപ്പയാണ്. വിസ്ഡം ചാരിറ്റിയുടെ മാനേജറാണ് ഞാൻ. ലക്കി അവളെ നോക്കി. സത്യമാണോ? അതെ. സംശയമുണ്ടെങ്കിൽ കോൾ അഡ്വക്കേറ്റ് നരേന്ദ്രൻ ആൻഡ് ഹിസ് ടീം, ക്യാതറിൻ പറഞ്ഞു. അപ്പോൾ നീ സംസാരിക്കില്ല എന്ന് പറഞ്ഞതോ? ക്യാതറിൻ അവളുടെ കൈ നീട്ടി. ഉള്ളം കൈയിൽ മോതിരം ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ മോതിരം, ഇത് പാരമ്പര്യമായി ഏതൻ കുടുംബത്തിന്റെ കാവൽക്കാർ ധരിക്കുന്ന രക്ഷാമോതിരമാണ്. നഥാന്റെ പപ്പയുടെ കാലത്ത് എൻ്റെ പപ്പയായിരുന്നു ഇത് ധരിച്ചിരുന്നത്. എൻ്റെ പപ്പയുടെ മരണശേഷം ഇതിന്റെ ചുമതലയും ഏതന്റെ ചുമതലയും എനിക്കാണ്. അപ്പോൾ നീയാണോ നഥാനെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞ ആള്? അതെ, അത് ഞാനാണ്. ഈ മോതിരം ധരിച്ചാൽ എൻ്റെ ശബ്ദം നഷ്ടപ്പെടും. സോറി, ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു. നീ സംസാരിക്കുമെന്നത് നഥാൻ അറിയുമോ? ഇല്ല, എൻ്റെ പേരൊഴികെ ആ പാവത്തിനൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് നഥാൻ എൻ്റെ ജീവനേക്കാൾ വലുതാ. അപ്പോൾ നീ അറിഞ്ഞുകൊണ്ടാണ് നഥാന്റെ അടുത്തേക്ക് വന്നത്? ലക്കി അവളെ നോക്കി. നഥാന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു എൻ്റെ വരവ്. പക്ഷേ ആദ്യം എനിക്ക് തെറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ ഓഫീസിലാണ് ആദ്യം ജോലിക്ക് ശ്രമിച്ചത്. പക്ഷേ നടന്നില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങളുടെ കമ്പനിയുമായി അടുത്ത ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നത് ജി ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് ജോലിക്ക് ശ്രമിച്ചത്. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയത് ആ റിസോർട്ടിൽ വെച്ചാണ്. എന്നാൽ ദൈവം ഞാൻ തേടിച്ചെന്ന ആളുടെ അടുത്ത് തന്നെ എന്നെ എത്തിച്ചു. നഥാൻ ഡാനിയൽ ഏതന്റെ മുൻപിൽ. നഥാൻ മദ്യപിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ബോധം തെളിഞ്ഞ നഥാൻ എന്നെ അവിടുന്ന് പറഞ്ഞയക്കും. അതുണ്ടാകാതിരിക്കാൻ മദ്യലഹരിയിൽ നഥാൻ എന്നെ നശിപ്പിച്ചു എന്നെനിക്ക് കഥയുണ്ടാക്കേണ്ടി വന്നു. അത് നഥാൻ വിശ്വസിക്കുവാൻ വേണ്ടി ഈ മോതിരത്തിന്റെ ശക്തി കൊണ്ട് അന്ന് രാത്രിയിലെ അവൻ്റെ ഓർമ്മകൾ എനിക്ക് മായ്ച്ചു കളയേണ്ടി വന്നു. എന്നിട്ടും എന്നെ പറഞ്ഞയക്കുമെന്നായപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. എൻ്റെ അവഗണന നഥാൻ എന്നോടുള്ള സ്നേഹമായി. വെറും കാവൽക്കാരി മാത്രമാണെന്ന എൻ്റെ പപ്പയുടെ വാക്കുകൾ. നിയമങ്ങളെല്ലാം ഞാൻ തെറ്റിച്ചു. പക്ഷേ അതെല്ലാം നഥാനു വേണ്ടി മാത്രമാ. നമ്മൾ കരുതുന്ന പോലെ ഒരു എലീനയൊന്നുമല്ല നഥാന്റെ ശത്രുക്കൾ. ലക്കി, എലീനയ്ക്ക് എന്നെ സംശയമുണ്ട്. എന്ത് സംശയം? ഈ മോതിരം, അതവൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇമ്മാനുവൽ ഏതൻ അവിടെ ഉപേക്ഷിച്ച ഏതെങ്കിലും ബുക്കിൽ മറ്റോ കണ്ടതാകും. പക്ഷേ ഇത് ഏതന്റെ രക്ഷയാണെന്ന് അവൾക്കറിയില്ല. അതവൾ കണ്ടെത്തുന്ന നിമിഷം അവൾക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന്, നഥാൻ ആരാണെന്ന്. ഈ മോതിരത്തിനു വേണ്ടി അവൾ സാഗറിനെ അയച്ചു. സാഗറിന്റെ മനോനിലയെ തകിടം മറിച്ച് അവനെക്കൊണ്ട് ഞാനാണ് ആത്മഹത്യ ചെയ്യിപ്പിച്ചത്. വിക്ടർ മരിച്ചതും എൻ്റെ കൈകൊണ്ടാ. എലീനയുടെ ജീവൻ എടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അവളിവിടെ വേണം. ക്യാതറിൻ? ലക്കി അവളെ കണ്ണുമിഴിച്ചു നോക്കി. ലക്കി, ഇതൊന്നും നഥാൻ അറിയണ്ട. അവനു മുന്നിൽ ഞാൻ ഇങ്ങനെ തന്നെ നിന്നോട്ടെ, ഊമയായി. അതെന്തിനാ ക്യാതറിൻ? അവനെ നീ സംസാരിക്കുമെന്ന് അറിഞ്ഞാൽ എത്രത്തോളം സന്തോഷമാകുമെന്നറിയാമോ? വേണ്ട ലക്കി, നഥാൻ ഇതൊന്നും അറിയണ്ട. അങ്ങനെ ഞാൻ പറയാൻ എനിക്ക് എൻ്റെതായ കാരണമുണ്ട്. ക്യാതറിന് മുന്നിൽ നിൽക്കുന്ന ലക്കിയെ അവ്യക്തമായി തുടങ്ങി. ക്യാതറിൻ? അവൾ വേഗം മോതിരം വിരലിലിട്ടു. വീഴാതിരിക്കാൻ അടുത്തുള്ള മേശയെ പിടിച്ചു. ക്യാതറിൻ, ക്യാതറിൻ! ലക്കി വന്ന് അവളെ പിടിച്ചു. ജോബിനും ലക്കിയും വാതിലിനു മുന്നിൽ നിന്നു. നല്ല ഡോക്ടറല്ലേ ജോബിൻ? ലക്കി ചോദിച്ചു. എൻ്റെ സാർ, ഡോക്ടർ വിനീതയെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നല്ല ഡോക്ടറാണ്. ക്യാതറിൻ്റെ കൂടെ ആരാ വന്നിട്ടുള്ളത്? നേഴ്സ് വന്ന് ചോദിച്ചു. ലക്കിയും ജോബിനും അകത്തേക്ക് കയറി. ഡോക്ടർ ക്യാതറിന്? ലക്കി ചോദിച്ചു. ക്യാതറിന് ഇയാളുടെ ആരാ? എൻ്റെ അനിയത്തിയാണ് ഡോക്ടർ, ലക്കി പറഞ്ഞു. ക്യാതറിൻ്റെ ഹസ്ബൻഡ് ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിന് റോമിൽ പോയി. ഒരു 2 വീക്ക് കഴിഞ്ഞ് വരും.
എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പേടിക്കാനൊന്നുമില്ല, സന്തോഷ വാർത്തയാണ്. കാതറിൻ പ്രഗ്നന്റ് ആണ്. ഹൗ. ലക്കി ആശ്വാസത്തോടെ ജോബിനെ നോക്കി. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞത്? എടോ, തന്റെ പെങ്ങൾ പ്രഗ്നന്റ് ആണെന്ന്. ലക്കി നേരെ നോക്കിയത് അവിടേക്ക് വന്ന കാതറിനെയായിരുന്നു. കാതറിന് നല്ല ക്ഷീണമുണ്ട്. ഞാനൊരു ടോണിക് എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് മതി. പിന്നെ ചെക്കപ്പ് ഡേറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പോൾ ഹസിനെ കൂട്ടി വരിക. അവൾ മൂളി. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ ഡോക്ടർ, ജോബിൻ പറഞ്ഞു. ഓക്കെ. മരുന്ന് വാങ്ങി ജോബിനെ വീട്ടിൽ വിട്ട് തിരിച്ചു വരുന്ന വഴി കാതറിൻ ഒന്നും മിണ്ടിയില്ല. നഥാനോട് പറയണ്ടേ? അവൾ മൂളി. പ്രഗ്നന്റ് കൂടിയായാൽ എങ്ങനെ നീ നഥാനെ രക്ഷിക്കും കാതറിൻ? അവൻ ചോദിച്ചു. കാതറിൻ മോതിരമൂരി. കാർ നിർത്ത് ലക്കി, അവൾ പറഞ്ഞു. ലക്കി റോഡ് സൈഡിൽ കാർ നിർത്തിയിറങ്ങി. ഒപ്പം കാതറിനും. ഇങ്ങനെ എനിക്ക് നഥാനെ രക്ഷിക്കാൻ കഴിയൂ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിയമങ്ങൾ തെറ്റിച്ചതുകൊണ്ട് എനിക്കുള്ള ശിക്ഷയാണ് നഥാന്റെ അവസാന ശത്രുവിനെയും ഇല്ലാതെയാക്കി നഥാനെ വേണ്ടെന്ന് വെച്ച് തിരികെ പോവുക എന്നത്. നഥാനെ വേണ്ടെന്ന് വെക്കുക എനിക്കിപ്പോൾ സാധ്യമല്ല. പക്ഷേ ഈ കുഞ്ഞിനെ നഥാനെ ഏൽപ്പിച്ച് ഞാൻ മരണം കൈക്കൊണ്ടെങ്കിലും അവനെ രക്ഷിക്കും. കാതറിൻ, നീ... നഥാൻ പറഞ്ഞ പോലെ വിശുദ്ധ രക്തം എന്നത് കള്ളത്തരമാണെങ്കിൽ, വേറെ ഏതെങ്കിലും രീതിയിലാണ് വിശുദ്ധനെന്ന് തെളിയിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞ് ഒന്നെങ്കിൽ അടുത്ത വിശുദ്ധ ഏതനാകാം, അല്ലെങ്കിൽ ഏതൊരു ഏതൻ പോലെയുമാകാം. പക്ഷേ അതിന് ജൂത പെൺകുട്ടിയിലല്ലേ? എല്ലാം അറിയണമെങ്കിൽ നഥാൻ തിരിച്ചെത്തണം. കാതറിൻ ലക്കിയെ നോക്കി. ഈ കുഞ്ഞ് വിശുദ്ധനാണെങ്കിൽ നഥാനെ ഞാൻ രക്ഷിക്കേണ്ടി വരില്ല. കാരണം ഭ്രൂണത്തിലെ വിശുദ്ധ രക്തം ബലി കൊടുക്കുന്നത് സാധാരണ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നഥാനെ അവർ തിരിഞ്ഞു നോക്കില്ല. അവരുടെ ലക്ഷ്യം ഞാനാകും, ഈ കുഞ്ഞാകും. പക്ഷേ എങ്ങനെ അവർ വിശുദ്ധനെന്ന് തെളിയിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ഉള്ളിൽ ഈ ജീവൻ വളരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ലക്കി. പക്ഷേ സത്യം അറിയണമെങ്കിൽ നഥാൻ ഇസ്രായേൽ പോകണം. അതുകൊണ്ടാണ് അവന്റെ യാത്രയിൽ ഞാൻ തടയാതിരുന്നത്. പക്ഷേ നഥാൻ നീയില്ലാതെ അവിടെ വെച്ചെങ്ങാനും അവൻ ഏതനാണെന്നറിഞ്ഞാൽ? അറിയില്ല. വിസ്ഡൻ ചാരിറ്റിയും ഏതൻ കുടുംബവും നിങ്ങൾ കരുതുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ല. നഥാന്റെ ഐഡന്റിറ്റി അവിടെ വെളിവാക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ സൂക്ഷിക്കണം. സാത്താനെ സേവിക്കുന്നവരെല്ലാം ഇരുണ്ട ഭൂമിയിൽ ജീവിക്കുന്നവരാകണമെന്നില്ലല്ലോ. ഇവിടെയുമുണ്ടല്ലോ എലീന. നിനക്ക് എലീനെ കൊന്നുകൂടെ? ലക്കി ചോദിച്ചു. എളുപ്പമാ ലക്കി, പക്ഷേ ഇവിടെ ഒരാൾ വരാനുണ്ട്, ജോഷ. അവനെ വരുത്തണമെങ്കിൽ എലീന വേണം. അവനെയാണ് എനിക്ക് കൊല്ലേണ്ടത്. അത് എൻ്റെ മറ്റൊരു കണക്കാണ്. അയാൾ എവിടെയാ? ഇസ്രായേൽ. അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നും നഥാൻ തന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ച് നടക്കേണ്ടി വരും. ജോഷ, അയാൾ ആരാ? നഥാൻ ആരാണ് ഇമ്മാനുവേലേത്തന്? അതേ ബന്ധമാണ് ജോഷയ്ക്ക് എസ്തറിനോട്. ജോഷുവയുടെ ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്ററാണ് എസ്തർ. അവനാണ് ഇപ്പോൾ ഇരുണ്ട ഭൂമിയുടെ രാജാക്കന്മാർ. ഇരുണ്ട ഭൂമിയുടെ ഹൃദയം അവനാണ്. അതിലാണ് എനിക്ക് കത്തിവെക്കേണ്ടത്. കാതറിൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് കാതറിൻ കണ്ണുകൾ തുറന്നു. അന്നേരമാണ് ലക്കിയുടെ ഫോൺ റിങ് ചെയ്തത്. നഥാനാണ്. ഹലോ, എടാ ലക്കി, ഞാൻ ഡൽഹിയിലെത്തി. ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് ഇൻഫർമേഷൻ വന്നു. ഏതോ VVIP ചെക്കിംഗ്. കാതറിനോ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിയാ, ലക്കി പറഞ്ഞു. ഹോസ്പിറ്റലിലോ? എന്താടാ? ആർക്കാ വയ്യാത്തത്? കാതറിന്. എന്തു പറ്റി? എടാ കാര്യം പറയേ. ഓരോന്നാലോചിച്ച് വിഷമിച്ചു കാണും അവൾ. പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നം ഇത്തിരി സീരിയസ് ആണ്. എടാ, നഥാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്താ അവൾക്ക്? ഞാൻ തിരിച്ചു വരട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. അത്ര സീരിയസ് ഒന്നുമല്ല. ടെൻഷൻ അടിക്കണ്ട. അതിന് ടൈം ഇനിയുമുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ യാത്ര ക്യാൻസൽ ചെയ്യും. ടെൻഷനാക്കാതെ പറയിലക്കി. ഇത്തിരി ടെൻഷൻ ആകാം. എടാ മൈ ഡിയർ ഓമനക്കുട്ടാ, നീ എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുതേ. കാര്യം പറയേ. ശരിക്കും ഈ കാര്യം പറയേണ്ടത് കാതറിനാണ്. അവൾക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. എന്താ? സേട്ടൻ അച്ഛനാകാൻ പോകുന്നു. ലക്കി ചിരിച്ചു. വാട്ട്? നഥാന് വിശ്വാസം വന്നില്ല. എടാ കോപ്പ, നീ തന്തയാകുന്നു.
നിന്റെ സേട്ടത്തിക്ക് ഒരു കൊച്ചു നഥാൻ ഗർഭ. ലക്കി, ഞാൻ... നഥാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ലാതെയായി. ഞാൻ തിരിച്ചു വന്നാലോ? എടാ, ഞാനവിടെ ഇല്ലാതായി പോയല്ലോ. ഛേ, ലക്കി, കാതറിനെവിടെ? ഞാൻ വീഡിയോ കോൾ ചെയ്യാം. ലക്കി കോൾ ചെയ്ത് കാതറിന് കൊടുത്തു. കാതറിൻ ഫോൺ കൊണ്ട് മുന്നോട്ട് നടന്നു. കാതറിൻ? നഥാൻ ഫോണിലൂടെ അവളെ നോക്കി ചിരിച്ചു. അവളും, എനിക്ക് നിന്നെ കാണണം, ഞാൻ വരുവാ. അവൾ വേണ്ടാന്ന് തലയാട്ടി. അവിടെ പോയി വാ, ഞാൻ കാത്തിരിക്കും. അവൻ സങ്കടത്തോടെ മൂളി. വേഗം വരാം ഞാൻ. ഇവിടുന്ന് 6 മണിക്കൂർ യാത്ര. ഒക്കെ തീർത്ത് ഞാൻ വേഗം വരാം. എനിക്ക് നിന്നെ കാണണം. അന്നേരമാണ് ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് വന്നത്. ഞാൻ പോയി വേഗം വരാം, നഥാൻ പറഞ്ഞു. അവൾ ശരിയെന്ന് തലയാട്ടി. കോൾ കട്ടായപ്പോൾ കാതറിൻ ലക്കിക്ക് ഫോൺ കൊടുത്തു. നന്നായി VVIP ചെക്കിംഗ് ഉണ്ടായത്. അതുകൊണ്ട് അവന് വിളിക്കാൻ പറ്റി. സന്തോഷവാർത്ത ചൂടോടെ പറയാൻ പറ്റിയല്ലോ. ആ VVIP നഥാനാണ് ലക്കി. കാതറിൻ കാറിൽ കയറി. ലക്കിയും കാതറിനും ബംഗ്ലാവിലെത്തിയപ്പോൾ ആൽവിൻ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളെവിടെ പോയതാ? അതോ? ലക്കി കാതറിനെ നോക്കിയപ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി. അത് കാതറിന് പനിയും ഛർദിയും. ഡോക്ടറെ കാണാൻ പോയതാ. നീ പോയി കിടന്നോ. ലക്കി കാതറിനെ നോക്കി. അവൾ റൂമിലേക്ക് പോയി. ഷെടാ, എല്ലാവർക്കും ഇതാണോ അസുഖം? ആൽവിൻ ചോദിച്ചു. വേറെ ആർക്കാ? എലീനയ്ക്ക് പനി. ഛർദിയില്ലല്ലോ, ഭാഗ്യം. അല്ലെങ്കിൽ ഇത് നിനക്കിട്ടുള്ള പണിയാകും, ലക്കി പറഞ്ഞു. ആയത് തന്നെ. അല്ല, നഥാൻ വിളിച്ചോ? അവൻ ഡൽഹിയിലെത്തി. അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ്. അവൻ വരാൻ അത്യാവശ്യം ദിവസം എടുക്കുമല്ലേ? ഏയ്, കൂടിപ്പോയ 2 വീക്ക്, ലക്കി പറഞ്ഞു. 2 വീക്ക്? ആൽവിൻ എന്തോ ആലോചിച്ചിരുന്നു. ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ, ഹോസ്പിറ്റലിൽ പോയതല്ലേ. ലക്കി റൂമിലേക്ക് പോയി. 2 വീക്ക്, അത്രയും ടൈമേ ഉള്ളൂ. ആൽവിൻ സോഫയിൽ ചാരിയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ബെൻ ഗുറിയോൺ എയർപോർട്ടിൽ വിമാനം വന്നിറങ്ങി. ചെക്കിംഗ് കഴിഞ്ഞ് നഥാൻ വന്നപ്പോൾ അബ്രഹാം അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നഥാ! അക്കു അവനെ കെട്ടിപ്പിടിച്ചു. അക്കു, വാ പോവാം. അക്കു കാറിൽ അവന്റെ ലഗേജ് വെച്ച് കാറിൽ കയറി. നഥാൻ ഗ്ലാസ് താഴ്ത്തി പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ഒരുപാട് ഇവിടെയാണ് ഞാൻ വളർന്നതെങ്കിൽ ഹീബ്രു ഭാഷ സംസാരിച്ചുകൊണ്ട് ഏതൻ കുടുംബത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വന്നേനെ. ലക്കി, ആൽവിൻ, അക്കു, മാമി എല്ലാം നഷ്ടമായേനെ. എല്ലാറ്റിനുമുപരി കാതറിനെ എനിക്ക് നഷ്ടമായേനെ. ഒരുപാട് നന്ദിയുണ്ട് എന്നെ കേരളത്തിലേക്ക് അയച്ചതിന്. വേഗം വേഗം തിരിച്ചു പോണം. അതുമാത്രമായിരുന്നു നഥാന്റെ മനസ്സിൽ. പക്ഷേ അവന്റെ കർമ്മങ്ങൾ ആ മണ്ണിൽ തുടങ്ങുന്നതേയുള്ളൂ. ഏതൻ കുടുംബത്തിലെ നിയമങ്ങൾ നഥാനും കാതറിനും ഇടയിൽ മതിൽക്കെട്ട് തീർക്കുവാൻ പോകുന്നതേ ഉള്ളൂവെന്ന് നഥാൻ അറിഞ്ഞിരുന്നില്ല. തിരിച്ചു പോകാൻ ഉടൻ സാധ്യമല്ല എന്നുള്ളതുൾപ്പെടെ.